നമ്മളെ ചുറ്റും ഒരുപാട് കുട്ടികൾ നാളെ ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമായിട്ട് ഇന്ന് പല AI ടെക്നോളജികളും വളരെ ചീപ്പാണ്. It's either too expensive or too overloaded. വാട്ട് ഈസ് നീറ്റ് നോട്ട്? നമ്മൾ വർഷങ്ങളായിട്ട് നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ട്യൂഷൻ സെൻറ്ററുകളുണ്ട്, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഒരുപാട് ടെസ്റ്റുകൾ, എക്സാമുകൾ. കുട്ടികളെല്ലാവരും ഭയങ്കര ഒരു പ്രഷറിലാണ്. എൻട്രൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടി സ്വപ്നമായിട്ട് മാറുന്നതൊക്കെ നമുക്ക് കാണാം. അത്രക്കും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രം കിട്ടുന്ന ഒരു എക്സാമായിട്ട് നീറ്റ് മാറിയിട്ടുണ്ട്. കഴിവുള്ള പല കുട്ടികളും ഈ ഒരു പ്രഷറൈസ്ഡ് സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ അവരുടെ ഒരു ക്യാപ്പബിലിറ്റി പുറത്ത് കൊണ്ടുവരാൻ പറ്റാതിരിക്കുകയോ അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുകയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ സിസ്റ്ററിൻ്റെ മകളുമായിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്, ഏത് ആപ്പാണ് ഉപയോഗിക്കുന്നത്, ഏത് ക്ലാസ്സാണ് കേൾക്കാറുള്ളത്. നമുക്കറിയാം എല്ലാ കുട്ടികളും ഇപ്പോൾ ഓൺലൈൻ ഓരോ ടൂളുകൾ, ആപ്പുകൾ, യൂട്യൂബ് ചാനലൊക്കെ ഫോളോ ചെയ്തിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ രംഗത്ത് തന്നെ ഒരുപാട് വർഷങ്ങൾ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായത് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും നമ്മളെ ഈ ഒരു എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസിൽ വന്നിട്ടില്ല. ഈ ആപ്പുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് വീഡിയോസ്, ഒരുപാട് ഐക്കണുകൾ, ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഇൻ്റർഫേസൊക്കെ ആയിട്ട് ഈ ആപ്പ് എടുത്താൽ പോലും കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ട്രാ ലോഡ് വരുന്ന പോലെയാണ് തോന്നുന്നത്. ആ ഒരു കുട്ടീനെ പഠിക്കാൻ സഹായിക്കുന്നതിൽ ഉപരി ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കവർ ചെയ്യാനുണ്ട്. അവർ സെറ്റ് ചെയ്തൊരു സിസ്റ്റത്തിലൂടെ എക്സാം പാറ്റേൺ ഫോളോ ചെയ്യുക, ടെസ്റ്റുകൾ ഫോളോ ചെയ്യുക. കുട്ടിക്കൊരു കൺട്രോളൊന്നുമില്ല. അപ്പോൾ പല കുട്ടികളും അവരുടേതായിട്ടുള്ളൊരു ലേണിംഗ് സ്റ്റൈലിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ വീക്ക് പോയിന്റുകൾ കണ്ടെത്താനും അവരുടെ സ്ട്രോങ് ഏരിയാസ് കണ്ടെത്താനും എന്നിട്ട് അതിനനുസരിച്ച് അവരുടെ ഒരു പഠന രീതി സെറ്റപ്പ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഒരു ട്യൂഷൻ സെൻറ്ററിലോ ഒരു കോച്ചിങ് സെൻറ്ററിലോ പോകുമ്പോൾ അത് ആക്ച്വലി പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടായിക്കൂടെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷനിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ടെക്നോളജി ആഡ് ചെയ്യുകയാണെങ്കിൽ പറ്റും. ഇന്ന് AI വന്നിട്ടുണ്ട്, AI എല്ലായിടത്തും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രൂ പൊട്ടൻഷ്യലിൽ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ലോഡ് കുറച്ചുകൊണ്ട് ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു രസകരമായ ഒരു എക്സ്പീരിയൻസിലൂടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സിസ്റ്റം എന്തുകൊണ്ട് നമുക്ക് കൊണ്ടുവന്നുകൂടാ? ഡേ ടു ഡേ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നീറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കോച്ചിങ് സെൻറ്ററിൽ പോകുന്നത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കും +1 +2 എന്ന് പറഞ്ഞ സമയത്ത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഒരു ആപ്പിൻ്റെ ഒരു അസിസ്റ്റൻസ്, ഒരു AI ട്യൂട്ടർ, ഒരു AI അസിസ്റ്റഡ് ട്യൂട്ടറിങ് മെൻറ്ററായിട്ടുള്ള ഒരു ചെറിയൊരു സിമ്പിൾ ആപ്പ് ഉണ്ടാകുമ്പോൾ ഉള്ളൊരു ഡിഫറൻസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് ഉണ്ടാവും. എപ്പോഴും മോണിറ്റേർഡ് എന്ന് പറഞ്ഞാൽ പ്രഷറൈസ്ഡ് അല്ല. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് കുറവുള്ള കുട്ടിക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സിസ്റ്റം. ഞാനൊക്കെ പേഴ്സണലി +1 +2 പഠിക്കുന്ന സമയത്ത് ഒരു ട്യൂഷൻ ഭയങ്കര ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് ആക്സസിബിൾ അല്ലാത്തൊരു എക്സ്പീരിയൻസിലൂടെ പോയ ഒരാളാണ്. അതുപോലെ ഒരുപാട് കുട്ടികൾ നമുക്കറിയാം, നമ്മൾ കാണുന്ന കുട്ടികളെല്ലാം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന, അതിന് ഫിനാൻഷ്യൽ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കും കൂടി ആക്സസിബിൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ അത് മനസ്സിൽ വെച്ചിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. AI ആപ്പ് എന്നൊക്കെ കേൾക്കുമ്പം ഇത് ആക്ച്വലി എക്സ്പെൻസീവ് ആയിരിക്കില്ലേ? അതൊരു തെറ്റിദ്ധാരണയാണ് ആക്ച്വലി. പല ടെക്നോളജികളും, പല LLMs, ലാർജ് ലാംഗ്വേജ് മോഡലുകൾ, ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇന്ന് പല AI ടെക്നോളജികളും വളരെ ചീപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലീഡിങ് ജയൻസ് AI ഫീൽഡിലുണ്ട്. ഗൂഗിള്, എൻവിഡിയ, ഗ്രോക്ക്, പെർപ്ലക്സിറ്റി, DeepSeek, ഒരുപാടുണ്ട്. അപ്പോൾ ഇവരുടെ റേസിൽ ഇവർ ഭയങ്കര ഒപ്റ്റിമൈസ് ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ കോസ്റ്റാണ്. എത്രത്തോളം നമുക്ക് പൈസ കൊടുക്കണം AI ഉപയോഗിക്കാൻ എന്നുള്ളത് അവർ മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ടാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ആപ്പിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഗൂഗിളിൻ്റെ AI ടെക്നോളജിയാണ്, ജെമിനി. വളരെ എഫിഷ്യൻറ്റ്, വളരെ സ്മാർട്ടായിട്ടുള്ളൊരു AI മോഡലാണ്. അതോടൊപ്പം തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു AI മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ആ ഒരു ആപ്പിലൂടെ ആ ഒരു AI ടെക്നോളജി അവരുടെ പഠനത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഇപ്പം നമുക്ക് താല്പര്യമുള്ള ഒരുപാട് പാരൻസും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡൻസ് മാത്രമല്ലല്ലോ, അപ്പോൾ അവർക്ക് റീച്ച് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വർക്ക്ഷോപ്സോ എന്തെങ്കിലുമൊക്കെ നിങ്ങളിപ്പം കൊടുക്കുന്നുണ്ടോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക്? യെസ്, സോ വി ഹാവ് ബീൻ ഡിസ്കസിങ് ദിസ്. ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര പാഷനേറ്റ് ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു. എങ്ങനെ അത് സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളത്
നെക്സ്റ്റ് ലേണിംഗ് ഫേസ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാനും ഇത് എന്താണെന്ന് മനസ്സിലാക്കാനും AI അസിസ്റ്റഡ് ലേണിംഗ് എങ്ങനെയാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നീറ്റ് സ്റ്റുഡൻസിനെ നമുക്ക് ട്രെയിൻ ചെയ്യാം, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം. അവർക്ക് സ്വന്തമായിട്ട് ഇത്തരം മൈൻഡ് മാപ്പിങ്ങും AI ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കാം. ഈ ഒരു നീറ്റ് നോട്ട് തന്നെ ഉപയോഗിക്കണമെന്നില്ല, അവർക്ക് സ്വന്തമായിട്ട് AI ടൂളുകൾ ഉപയോഗിച്ച് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ദാറ്റ് ഈസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ. സോ വി ആർ ട്രൈങ് ടു മേക്ക് ദാറ്റ് ആസ് ഈസി ആസ് പോസിബിൾ. അപ്പോൾ പേരൻസിനായാലും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാകും. ദേ വാണ്ട് ദ ബെസ്റ്റ് ഫോർ ദെയർ ചൈൽഡ്. അപ്പോൾ അതും ഞങ്ങളൊരു പ്രയോറിറ്റിയാണ്. പേരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവർക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഫ്രം ടോപ്പ് ടു ബോട്ടം ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പേരൻസിനെ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മളെ പ്രയോറിറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് ഓക്കെ, ലെറ്റ്സ് റീച്ച് ഔട്ട് ടു സ്റ്റുഡൻസ്. അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ലെറ്റ്സ് റീച്ച് ഔട്ട് ടു ടീച്ചേഴ്സുമായിട്ട് ഞങ്ങൾ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൺലൈനായിട്ട് വെബിനാറുകൾ നടത്താം എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു പ്ലാൻ നമ്മളിപ്പോൾ ഇന്ന് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വി ഹാവ് സംതിങ് വിച്ച് ക്യാൻ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ആൻഡ് എൻഹാൻസ് the life of NEET aspirants. That we are sure. The next responsibility for us is to make sure that those who need something like this get this as early as possible with proper information and proper guideline.